കണ്ണൂർ സിപിഎമ്മിനെ അടിമുടി പ്രതിസന്ധിയിലാക്കിയ ഒന്നായിരുന്നു വി കുഞ്ഞികൃഷ്ണനും കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദവും. എന്നാൽ ആദ്യത്തെ പതർച്ച മാറിയപ്പോൾ തന്നെ കുഞ്ഞികൃഷ്ണന്റെ ആരോപണത്തെ പാർട്ടി നേരിട്ടത് രാഷ്ട്രീയമായി തന്നെയായിരുന്നു. പൂർണ്ണമായും രാഷ്ട്രീയ പ്രതിരോധമാണ് സിപിഎം ഉയർത്തിയത്. കുഞ്ഞികൃഷ്ണൻ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുകൂടി ചെയ്തതോടെ സിപിഎമ്മിന്റെ പ്രതിരോധം UDF രാഷ്ട്രീയത്തെ കൂടി ചാരിക്കൊണ്ടായി. സിപിഎമ്മിൽ അഴിമതിയും ഫണ്ട് തട്ടിപ്പ് ആരോപണവും ഉന്നയിച്ച് പുറത്തുപോയ കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ എത്തിപ്പെട്ടത് മൃതദേഹങ്ങൾക്ക് പോലും വിലയിട്ട് പണം പിരിച്ച് ഫണ്ട് തട്ടിയെടുത്ത കോൺഗ്രസിനൊപ്പമാണ് എന്നാണ് സിപിഎം ആരോപിക്കുന്നത്. വർഷങ്ങളോളം പ്രവർത്തിച്ച പാർട്ടിയെ വഞ്ചിച്ച വഞ്ചകനാണ് കുഞ്ഞികൃഷ്ണൻ എന്നാണ് സിപിഎം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. വഞ്ചന വെച്ച് പൊറുപ്പിച്ച് ശീലമില്ലാത്ത പയ്യന്നൂരിലെ ജനം കുഞ്ഞികൃഷ്ണന് മറുപടി നൽകുമെന്നും ഒറ്റപ്പെടുത്തുമെന്നും സിപിഎം പറയുന്നു. ഫണ്ട് തട്ടിപ്പ് ആരോപണത്തിന് കണക്കുകൾ വെച്ച് മറുപടി പറഞ്ഞ സിപിഎം തുടക്കം മുതൽ രാഷ്ട്രീയ പ്രതിരോധം ഉയർത്തിയിട്ടുണ്ട്. സിപിഎമ്മിനെതിരെ ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താതെ കോൺഗ്രസ് കുഞ്ഞികൃഷ്ണനെ പയ്യന്നൂരിൽ പിന്തുണച്ചത് രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടാണ്. കുഞ്ഞികൃഷ്ണനാകട്ടെ പാർട്ടി വിട്ടുവെങ്കിലും തന്നെ പാർട്ടിക്കാർ കൈയൊഴിയില്ല എന്ന കണക്കുകൂട്ടലിലാണ് മത്സരത്തിനിറങ്ങിയത്. രക്തസാക്ഷികളുടെ ഫണ്ട് തട്ടിയെടുത്തു എന്ന അതിവൈകാരിക ആരോപണത്തിന്റെ പേരിൽ കിട്ടുന്ന അനുഭാവി വോട്ടുകളിലാണ് കുഞ്ഞികൃഷ്ണന്റെ നോട്ടം. വൈകാരികത വിറ്റ് വോട്ടാക്കുക എന്നതിനപ്പുറം മറ്റൊരു അജണ്ടയും ഇല്ലാതെയാണ് കുഞ്ഞികൃഷ്ണൻ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയത്. ഇതൊരു സുവർണാവസരമായി കണ്ട് സിപിഎമ്മിൽ ഭിന്നിപ്പുണ്ടാക്കാമെന്നും ആ വോട്ടുകൾ കൂടി നേടി വിജയം ഉറപ്പിക്കാമെന്നും കണക്കുകൂട്ടുന്ന കോൺഗ്രസ് തനിക്ക് പിന്തുണ നൽകുമെന്നും കുഞ്ഞികൃഷ്ണന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം പറയാതെയോ വികസന അജണ്ടയോ ഇല്ലാതെയാണ് കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്നത് എന്നാണ് സിപിഎം പറയുന്നത്. വയനാട് ഫണ്ട് തട്ടിയെടുത്ത കോൺഗ്രസ് കൂടാരത്തിലാണ് സിപിഎമ്മിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച വി കുഞ്ഞികൃഷ്ണൻ ചെന്നു കയറിയത് എന്നാണ് സിപിഎം ആരോപണം. ഇത് ചൂണ്ടിക്കാണിച്ചുള്ള സിപിഎം പ്രതിരോധം അവർക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. വയനാട് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരായ ആരോപണങ്ങളും ചേർത്തുവെച്ച് കുഞ്ഞികൃഷ്ണന്റെ നിലപാടില്ലായ്മ ചോദ്യം ചെയ്താണ് സിപിഎം പയ്യന്നൂരിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വികസന അജണ്ടയില്ലാതെ വ്യക്തിവൈരാഗ്യം മാത്രമാണ് കുഞ്ഞികൃഷ്ണന്റെ ആകെ കൈമുതലെന്നാണ് സിപിഎമ്മിന്റെ ആരോപണം. 3 ആഴ്ചയിലധികമാണ് തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം നടന്നത്. ഈ ഘട്ടത്തിൽ ഒരിക്കൽ പോലും രാഷ്ട്രീയമോ വികസനമോ കുഞ്ഞികൃഷ്ണൻ ചർച്ചയാക്കിയില്ല എന്ന് സിപിഎം പറയുന്നു. പയ്യന്നൂരിനെ പ്രതിനിധീകരിക്കാനിരിക്കുന്ന ഒരു വ്യക്തി ഉയർത്തിക്കാട്ടേണ്ടത് ആ നാടിന്റെ വികസനവും വികസന ആവശ്യവുമാണ്. എന്നാൽ പരസ്യ പ്രചാരണ ഘട്ടത്തിൽ ഒരിക്കൽ പോലും കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിന് വേണ്ടി എന്ത് ചെയ്യുമെന്നോ നാട്ടിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു വൻകിട പദ്ധതിയെക്കുറിച്ചെങ്കിലുമുള്ള ചർച്ച കുഞ്ഞികൃഷ്ണൻ നടത്തിയിട്ടില്ല. ആകെ കുഞ്ഞികൃഷ്ണൻ ചെയ്തതും പറഞ്ഞതും രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് മാത്രമായിരുന്നു. അതാകട്ടെ സിപിഎം കൃത്യമായി കണക്ക് നിരത്തി പ്രതിരോധിക്കുകയും ചെയ്തു. വികസനം പറയാത്ത, നാടിനു വേണ്ടി എന്തു ചെയ്യുമെന്ന് ഒരു ഊഹവുമില്ലാത്ത, ആസൂത്രണമില്ലാത്ത ഒരാളെ ജനപ്രതിനിധിയായി വേണോ എന്നാണ് സിപിഎം വോട്ടർമാരോട് ചോദിക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച അഴിമതി ആരോപണം പ്രതിസന്ധിയിലാക്കിയത് സിപിഎമ്മിനെ ആണെങ്കിൽ കുഞ്ഞികൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം മൂലം പ്രതിരോധത്തിലായത് കോൺഗ്രസ് ആണ് എന്നാണ് ഇപ്പോൾ സിപിഎം പറയുന്നത്. കുഞ്ഞികൃഷ്ണന്റെ ആരോപണത്തിന് കൃത്യമായ മറുപടി നൽകി തങ്ങളുടെ പ്രവർത്തകരെ ബോധവൽക്കരിക്കാൻ സിപിഎമ്മിന് സാധിച്ചു. എന്നാൽ ഒരു നിലപാടുമില്ലാത്ത ഒരാളുടെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്തുണ നൽകി സ്വന്തം അവസരം നഷ്ടപ്പെടുത്തിയ കോൺഗ്രസിനെതിരെ പ്രാദേശിക തലത്തിൽ വ്യാപക പ്രതിഷേധമുണ്ട് എന്നാണ് വിവരം. ഇത് കോൺഗ്രസിൽ വോട്ട് ചോർച്ച ഉണ്ടാക്കുമെന്നും സിപിഎം കരുതുന്നുണ്ട്. സിപിഎമ്മിനെ പോലെ തന്നെ പയ്യന്നൂരിൽ വലിയ പാരമ്പര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. സിപിഎമ്മിനോളം ഇല്ലെങ്കിലും അതിനൊത്ത സ്വാധീനവും കോൺഗ്രസിനുണ്ട്. എന്നിട്ടും സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താതെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമോ നിലപാടോ ഇല്ലാത്ത കുഞ്ഞികൃഷ്ണനെ പോലൊരാൾക്ക് പിന്തുണ നൽകേണ്ടിയിരുന്നില്ല എന്നാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ വികാരം. അവസരവാദിയായ ഒരാളെ തങ്ങളുടെ തലയിൽ കെട്ടിവെച്ച നേതൃത്വത്തോട് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും അതൃപ്തിയും പുകയുന്നുണ്ട് എന്നും വിവരമുണ്ട്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലും തെരഞ്ഞെടുപ്പാകുമ്പോൾ മത്സരിക്കാൻ സീറ്റ് ആഗ്രഹിക്കുന്ന, വർഷങ്ങളായി അതേ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ധാരാളം നേതാക്കളും പ്രവർത്തകരും ഉണ്ടാകും. അവരുടെ സ്ഥാനാർത്ഥി മോഹത്തിന് കൂടിയാണ് കോൺഗ്രസ് നേതൃത്വം വിലങ്ങിട്ടത്. ഈ അതൃപ്തി വോട്ടായാൽ അത് കോൺഗ്രസിനും കുഞ്ഞികൃഷ്ണനും തിരിച്ചടിയാകും. പ്രതിസന്ധികളെ കരുത്താക്കുന്ന പാർട്ടി പാരമ്പര്യമാണ് സിപിഎമ്മിനുള്ളത്. ഇവിടെയും സംഭവിച്ചത് അതാണ്. പയ്യന്നൂരിന്റെ കാര്യത്തിൽ കുഞ്ഞികൃഷ്ണന്റെ ആരോപണത്തെ രാഷ്ട്രീയമായി നേരിട്ട സിപിഎം രീതി ആ പാർട്ടിയെ കൂടുതൽ കരുത്തുറ്റതാക്കിയിട്ടുണ്ട്. മാത്രമല്ല, പൊള്ളയായ ഒരു ആരോപണം ഉയർന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സിപിഎം കാണിച്ച ഏകോപനം അവരുടെ പ്രതിരോധ ശേഷി വിളിച്ചോതുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഈ കരുത്ത് തെരഞ്ഞെടുപ്പിൽ കുഞ്ഞികൃഷ്ണനെതിരായ വോട്ടായി മാറുമെന്നും അവസരവാദിയും വഞ്ചകനുമായ കുഞ്ഞികൃഷ്ണനെ പയ്യന്നൂർ ജനത ഒറ്റപ്പെടുത്തുമെന്നുമാണ് സിപിഎം വിലയിരുത്തുന്നത്.